തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ വഴിത്തിരിവ്. 2 കൊലപാതകങ്ങളും നടത്തിയത് അമ്മ അനീഷ തന്നെ. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് അനീഷ കുറ്റം സമ്മതിച്ചത്. ഭവിനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അനീഷയുടെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഭവിന്റെ വീട്ടിലും ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തും. സാനു കെ സജീവ് ചേരുന്നു വിവരങ്ങളുമായി. സാനു, നവജാത ശിശുക്കളെ 2 പേരെയും കൊലപ്പെടുത്തിയത് അമ്മ അനീഷ തന്നെ എന്ന് തന്നെയാണോ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്? രോഹിണി, ഇന്നലെ വൈകിട്ട്, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഭവിന്റെ വെളിപ്പെടുത്തലുണ്ടാവുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്റെ മക്കളുടെ അസ്ഥിയുമായിട്ട്, ഒരു ബിഗ് തന്റെ മക്കളുടെ അസ്ഥിയുമായിട്ട് വന്ന് പോലീസിന് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലോടുകൂടി തുടർന്ന് ഈ 12 മണിക്കൂറിലധികം അനീഷയെയും അതേപോലെ തന്നെ ഭവിനെയും തുടർച്ചയായി പോലീസ് ചോദ്യം ചെയ്തു. അതിന്റെ അവസാന ഘട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി, അതായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ, ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു പോലീസിന്റെ ഉന്നത സംഘം ചോദ്യം ചെയ്തതിനൊടുവിൽ ഈ 2 കൊലപാതകങ്ങളും, അതായത് നവജാത ശിശുക്കളുടെ 2 കൊലപാതകങ്ങളും നടത്തിയത് അമ്മയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അമ്മയായിട്ടുള്ള അനീഷ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അനീഷയുടെയും ഒപ്പം തന്നെ ഭവിന്റെയും വീട്ടിൽ ഇതുവരെയും എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പും പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് 2020 ഇവർ ഫേസ്ബുക്കിലൂടെയാണ് ഇതുവരെ പരിചയപ്പെടുന്നത്. തുടർന്ന് 2020 പിന്നീട് ഇവരുടെ ആ ഒരു സൗഹൃദം പ്രണയത്തിലേക്ക് വളരുകയും തുടർന്ന് 2021 ഇവർക്ക് ആദ്യത്തെ കുഞ്ഞ് പിറക്കുകയും ചെയ്തു. ആ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത്, അത് ജനിക്കുന്ന സമയത്ത് അത് മരണപ്പെട്ടു എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ അനീഷ പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് പോലീസിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ശ്വാസം മുട്ടിച്ചാണ് കുട്ടീനെ കൊലപ്പെടുത്തുന്നതെന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. തുടർന്ന് 2024 ഉണ്ടായ ആൺകുഞ്ഞിനെയും സമാന നിലയിൽ തന്നെ വകവരുത്തി എന്നാണ് പോലീസിനോട് അനീഷ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതേ തുടർന്ന് ഈ 2 കുട്ടികളെയും കൊലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായി മാറിയത് ഈ ആൺസുഹൃത്താണെന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഭവിനാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 കുട്ടികളെ കൊന്ന്, ആദ്യത്തെ കുട്ടിനെ കൊന്ന് അനീഷയുടെ വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 2ാമത്തെ കുട്ടി, അതായത് 2024 ജനിച്ച കുട്ടീനെ ഭവിന്റെ വീട്ടിലാണ് മറവ് ചെയ്ത് ഭവിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിനോട് ചേർന്നാണ് 2ാമത്തെ കുട്ടീനെ മറവ് ചെയ്യുക. എന്തായാലും ഈ 2 കുട്ടികളുടെയും അസ്ഥികൾ ഈ ഭവിന്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ, അതായത് കൊലപാതകം നടത്തിയതിൽ ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില പൂജകൾ ചെയ്യണമെന്നും കടലിൽ ഈ അസ്ഥി നിമജ്ജനം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ അസ്ഥി കൂടെ ഈ ഭവൻ കൈക്കലാക്കിയത്. എന്തായാലും ഈ അസ്ഥി കൈക്കലാക്കിയത് ഈ ഏതെങ്കിലും തരത്തിൽ അനീഷ തന്നെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത് പോലീസിൽ തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനീഷ് ഇത് കൈവശം വെച്ചിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിന്റെ ഏതാനും മണിക്കൂർ മുൻപ് അനീഷയും ഭവിനും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഇവർ തമ്മിൽ തെറ്റുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് മദ്യവെച്ചെത്തിയ ഭവിൻ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തുന്നതും പിന്നീട് ഈ 2 ക്രൂര കൊലപാതകങ്ങളും അതിന്റെ ചുരുളഴിഞ്ഞു വരികയും ചെയ്തത്. എന്തായാലും ഇരുവരെയും നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.